ഹായ്, ഞാനിന്ന് എൻ്റെ വീട്ടിൽ വരെ വന്നതാണ്. അപ്പോൾ ഇന്ന് നിങ്ങളെ എൻ്റെ വീടും അമ്മേനെയും വീടിൻ്റെ പരിസരവും എല്ലാം ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് കേട്ടോ എൻ്റെ വീട് ഇതാണ്. പിന്നെ തന്നെയാണ് അംഗൻവാടി. അംഗൻവാടിയാണ് കേട്ടോ. വേണ്ടേ, അമ്മ വീട്ടിൽ തന്നെ ഉണ്ട്. അമ്മച്ചി ഇങ്ങനെ എപ്പോഴും എന്തേലുമൊക്കെ പണികളായിരിക്കുവേ. എപ്പോഴും പറമ്പിലും പരിയുമ്പുറത്ത് എവിടെയെങ്കിലും കാണും. എന്തെങ്കിലും കൃഷിയോ എന്തെങ്കിലും പറമ്പിൽ പണിയും ചെയ്ത് അങ്ങ് നടക്കും. ഇന്നിപ്പം പറമ്പിൽ നമുക്ക് പറമ്പിൽ മുഴുവൻ ഏലമാണ് കേട്ടോ. നിങ്ങളെ ഏലം കണ്ടിട്ടില്ലാത്തവർ ഏലം കാണിച്ചു തരാം. ഇത് മന്ദാരമാണേ. വീടിൻ്റെ വാതിൽക്കൽ തന്നെ ഒരു മന്ദാരമുണ്ട്. ഇത് കരിനെച്ചി. അമ്മച്ചി ഇങ്ങനെ വന്നമ്മേ, കരിനെച്ചി എന്നാന്നൊന്ന് പറഞ്ഞു തന്നേ. ഇപ്പം തന്നെ കയ്യിൽ എന്തോ ഒരു സാധനം ഉണ്ട്. എന്നതാ? പൊന്നുള്ളിയാണേ. നിങ്ങളെ കാണിക്കാൻ വേണ്ടി നേരത്തെ പറിച്ച് കൈ പിടിച്ചേക്കുവാണ് കേട്ടോ. ഇപ്പം വേണ്ടേ, ഇതാണ് കരിനെച്ചി. അമ്മച്ചി അതിൽ ആ വെള്ള സാധനം കാണും, അത് നോക്കി വേണം. എൻ്റെ കയ്യിൽ ചേമ്പേ പറ്റിയായിരുന്നു. ഇതാണ് കരിനെച്ചി. ഇതാണ് കരിനേച്ചി. ഈ വാതക്കാർക്ക് ഏറ്റവും നല്ല ഔഷധ സാധനമാണ്. നമ്മൾ വൈകുന്നേരങ്ങളിൽ വെള്ളം തിളപ്പിച്ച് കുളിച്ചാൽ ശരീരം നൊമ്പരമെല്ലാം മാറ്റപ്പെടും. ഇതൊക്കെ നിങ്ങളുടെ വീട്ടിലുള്ളവരുണ്ട്, കമൻറ്റ് ചെയ്യണം കേട്ടോ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. കരിനേച്ചി എന്ന് പറയും. പിന്നെ ഇതാണ് ഈ ഔഷധം നിങ്ങൾക്ക് പരിചയം കാണും. ഇതാണ് പൊന്നുള്ളി എന്ന് പറയുന്ന സാധനം. പൊന്നുള്ളി ഇത് സ്ത്രീകൾക്ക്, ഒട്ടുമിക്കാറ് സ്ത്രീകൾക്ക് ഉഷ്ണം അല്ലെങ്കിൽ വെള്ളപ്പോക്ക് എന്ന് പറയുന്ന രോഗത്തിന് ആ ഉള്ളി ശരിക്കും കാണിച്ചിട്ട് പറയാം ചേച്ചി. ഏറ്റവും നല്ല മരുന്നാണ്. സൂര്യോദയത്തിന് മുമ്പ് രാവിലെ ഇത് നന്നായിട്ട് അരിച്ചെടുത്ത് ഒരു ഗ്ലാസ് പച്ചപ്പാലിനകത്ത് കുടിച്ചാൽ, അങ്ങനെ ഒരു മാസത്തോളം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ വെള്ളപ്പോക്ക് എന്നുള്ളൊരു അസുഖം ഒന്നില്ലേ. ഇതാണ് കണ്ടോ. അപ്പോൾ ഇതിൻ്റെ പേര് പൊന്നുള്ളി എന്നാണ് കേട്ടോ. നിങ്ങൾക്ക് ഇത് പരിചയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. സാധാ ഉള്ളി പോലെ തന്നെ ഇരിക്കും. ഇതരച്ച് പാലിൻ്റെ അകത്ത് കുടിച്ചാൽ അസുഖം മാറും. അമ്മച്ചി പറഞ്ഞില്ലേ അസുഖത്തിൻ്റെ കാര്യമൊക്കെ അമ്മച്ചി പറഞ്ഞ് നിങ്ങൾ കേട്ടോ. പിന്നെ ഇതിങ്ങനെ ഒരു മരം പോലെ ആയി കേട്ടോ. ഇത് സാധാരണ ഇത്രയും പൊക്കമൊന്നും ആകത്തില്ല, എന്നാലും ഇവിടെ ഇതുപോലെ അങ്ങ് മരം പോലെ ആകുവാണ്. പിന്നെ അമ്മച്ചി തുളസി. ഇത് രാമതുളസിയാണ് കേട്ടോ. അപ്പം അമ്മച്ചി പറഞ്ഞ രാമതുളസി. ഇത് രാമതുളസി. പിന്നെ അത് കൃഷ്ണതുളസി. ആ തുളസിയെ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. തുളസി നിങ്ങളുടെയൊക്കെ വീടുകളിൽ കാണുമല്ലോ. പിന്നെന്താ, അതെന്ത് സാധനമാണ്? ഇത് കർപ്പൂര തുളസി. നിങ്ങൾ കണ്ടിട്ടുണ്ടോ കർപ്പൂര തുളസി? അതാ തുളസി പോലെ തന്നെയാണ്. ഇത് നല്ല മണമാണ്. നമ്മളിപ്പം മീൻകറിയൊക്കെ കൂട്ടിയാൽ ചിലപ്പം നല്ല സോപ്പിട്ട് കഴുകിയാൽ പോലും ആ ഒരു സ്മെല്ല് നമ്മുടെ കയ്യിൽ നിന്നൊക്കെ മാറുമല്ലോ. അപ്പോൾ നമ്മൾ ചുമ്മാതെ മുറ്റത്തൊക്കെ ഇത് കൊണ്ട് വെച്ചാൽ മീൻകറിയൊക്കെ കൂട്ടിയിട്ട് ചുമ്മാതെ ഇതിൻ്റെ ഇല പറിച്ച് നമ്മുടെ കയ്യിലൊന്ന് ഞെരടിയാൽ തന്നെ അതിൻ്റെ ഒരു സ്മെല്ലെന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ഇതിന് തുളസി പോലെ തന്നെ ചെറിയ പൂവുണ്ടാകും കേട്ടോ. തുളസി പൂ പോലെ തന്നെ ഉള്ള പൂവുണ്ടാവും. കണ്ടോ, ഇതൊക്കെ നിങ്ങളുടെ വീട്ടിൽ ഇതിലൊക്കെ ഏതൊക്കെ ഉണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതാണ് കൃഷ്ണ തുളസി. ഇതെന്നാ അമ്മച്ചി? ചെങ്ങനം പെരണ്ടയോ അത് സ്ഥാനം എനിക്കറിയത്തില്ല. അമ്മച്ചി ഇതെങ്ങാണ്ടൊന്ന് മേടിച്ചു കൊണ്ട് വെച്ച് കിളിപ്പിച്ച് വെച്ചേക്കുന്ന കേട്ടോ. ഇതെന്തിനാ അമ്മച്ചി ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞ്? നമുക്ക് ഒടിവ് ചതവ് ഒക്കെ ഉണ്ടെങ്കിൽ എണ്ണ മുറുക്കി ഉറക്കെ പറ. അമ്മച്ചി കേട്ടില്ല. നേരെ എന്നിട്ട് ഓർക്ക് പറഞ്ഞ വെച്ച് ഒടിവ് ചതവ് എന്നൊക്കെ വന്നാൽ നമുക്ക് ഈ സാധനം ഉപയോഗിച്ച് എണ്ണ മുറുക്കി പറ്റിയാൽ പെട്ടെന്ന് ആ മുറി കൂടുകയും അസുഖം ഭേദമാകുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ. ചെങ്ങനം പെരണ്ട എന്ന് പറയും. ഇത് നമുക്ക് അസ്ഥി പൊട്ടൽ ഒക്കെ ഉണ്ടാകുമ്പം ഇത് നാട്ടുവൈദ്യമാണ് കേട്ടോ അമ്മച്ചി പറയുന്നേ. ഇംഗ്ലീഷ് മരുന്നല്ല കേട്ടോ, നാട്ടുവൈദ്യമാണിത്. ഇത് ചതച്ച് കെട്ടി വെക്കണം. എണ്ണ മുറുക്കി തേച്ച് കഴിഞ്ഞാൽ എന്താ അസ്ഥി പൊട്ടൽ ഒക്കെ മാറുമെന്നാണ് പറയുന്നത്. അതുപോലെ അസ്ഥി യോജിക്കാൻ എളുപ്പം. ഇതാണ് ചെറുപുള. ഇത് പറ, അത് പറ.
ഇത് അറിയാലോ, നിങ്ങൾക്കൊക്കെ അറിയാലോ ഇത് എന്നാന്ന് കാണുമ്പോൾ തന്നെ അറിയാലോ. ഇത് എന്നാ വെച്ചാൽ ഇലക്കോബീസ് ആണ് കേട്ടോ. കോബീസ് തന്നെ സാധനം, അതിൻ്റെ ഇലയാണിത്, ഇലക്കോബീസ്. നിങ്ങൾക്കൊക്കെ വീടുകളിലൊക്കെ പലർക്കും ഇത് കാണും, എങ്കിലും ഞാനൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ഇത് പോസിറ്റീവ് ചെറുപുള. ഇതാണ് ചെറുള. കേട്ടിട്ടില്ലേ? ദശപുഷ്പങ്ങളിലെ ചെറുള, പൂവാങ്കുരുന്നില, മുയൽ ചെവി, വിഷ്ണു, ദുർവ, കയ്യുണ്ണുഴിഞ്ഞ്, തിരുതാളി, നിലപ്പനാജ, മുക്കുറ്റി, ചെറുള. അപ്പോൾ ചെറുളയാണിത്. അതിൽ വരുന്ന ദശപുഷ്പങ്ങളിൽ വരുന്ന നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഔഷധ സസ്യമാണിത്. കണ്ടോ ചെറുള. ഇതൊക്കെ ഞങ്ങൾക്ക് ഇവിടെ മുറ്റത്ത് കാട് പോലെ അങ്ങ് കിളുത്തേക്കുക കേട്ടോ. കണ്ടോ അമ്മച്ചി കാട് പോലെ അങ്ങ് കിളിപ്പിച്ചേക്കുക, പറിച്ചൊന്നും കളയത്തൊന്നുമില്ല. പിന്നെ എന്നമ്മേ ഏതാ? ഇത് അറിയാലോ, ഇത് ഔഷധമാണോ എനിക്കറിയത്തില്ല. ഇത് ചെത്തിപ്പൂ. നിങ്ങളുടെയൊക്കെ നാട്ടിൽ ചെത്തിപ്പൂ എന്നാണോ പറയുന്നത്? ഇത് ചെത്തിപ്പൂ ആണ് കേട്ടോ. ഇനി തകര കാണിക്കാം. തകര എന്തേ വെച്ച് ഇത് തകര കണ്ടിട്ടുണ്ടോ? ഇതിനും ഒരു സൈസ് കായൊക്കെ ഉണ്ടാകും കേട്ടോ. ഇത് ഇച്ചിരി നല്ലതായിട്ട് പൊക്കമൊക്കെ വെച്ച് കായ ഉണ്ടാകുന്നതാണ്. ഇതിൻ്റെ കായാണോ ഇലയാണോ ചേച്ചി? അതിൻ്റെ ഇല തോരൻ വയ്ക്കാം. അതിൻ്റെ കായ ഉണക്കിയെടുത്ത് കാപ്പിക്കകത്ത് നമ്മൾ തിളപ്പിച്ച് കുടിച്ചാൽ, കാപ്പിക്കകത്ത് പൊടിച്ച് തിളപ്പിച്ച് കുടിച്ചാൽ കണ്ണിന് കാഴ്ചശക്തി. അപ്പം തകര നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തകര നമ്മൾ ഈ ചെടി കേട്ടോ, ഇതിൻ്റെ ഇല പൊടിച്ച് കാപ്പിക്കകത്ത് ഇല കറി വെക്കാൻ കൊള്ളാം. കാ നമ്മൾ പൊടിച്ച് കാപ്പിയൊക്കെ ഇട്ട് കുടിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇട്ട് കുടിച്ചാൽ കണ്ണിന് കാഴ്ചശക്തി കിട്ടുമെന്നാണ് പറയുന്നത്. എൻ്റെ വെല്ലുമ്മച്ചിയൊക്കെ 105 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരുന്ന ആളാണ് കേട്ടോ. അവരൊക്കെ ഇങ്ങനെ ഇതൊക്കെ ആയിരുന്നു കാപ്പിക്കകത്തൊക്കെ ഇട്ട് കുടിക്കുമായിരുന്നു. അന്ന് വരെയും കാഴ്ചക്കൊന്നും ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. അതെന്നാമേ നീലയമരിയാണിത്. നമ്മൾ കാണത്തില്ലേ നീലബൃങ്കാതിയൊക്കെ ഉണ്ടാക്കുമ്പം അല്ലേ, ആ എണ്ണയ്ക്കകത്തൊക്കെ ഇടുന്ന നീലയമരി എന്ന് പറഞ്ഞ ചെടിയാണിത് കേട്ടോ. കണ്ടോ ഇതിൻ്റെ കാ കണ്ടോ, ഉണങ്ങി നിൽക്കുന്നത് കണ്ടോ. ഈ കാ പൊട്ടി വീണാൽ തൈകളുണ്ടാകും. ഈ കായ്ക്കകത്തു നിന്നാണ് തൈകളുണ്ടാകുന്നത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇലയല്ലേ, ഇല നമ്മൾ മിക്സിയിലടിച്ച് അതിൻ്റെ ചാറെടുത്ത് എണ്ണ മുറുക്കി കറ്റാർവാഴ, ഇത് കീഴാർനെല്ലി, ചെമ്പരത്തിപ്പൂവ്, തുളസി, കുരുമുളക്, അങ്ങനെ ഇത്യാദി കാര്യങ്ങൾ കൊണ്ട് എണ്ണ മുറുക്കി തലയിൽ ചേർത്താൽ തലമുടി വളരും എന്നാണ്. കേട്ടോ. അപ്പം നമുക്ക് മുടി വളരാനുള്ള എല്ലാ എണ്ണയ്ക്കകത്തും പൊതുവേ നീലയമരി ചേരുന്നതാണ്. അപ്പം എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയത്തില്ല എണ്ണയിലേക്ക്. നമുക്ക് ഇത് റെഡിമെയ്ഡായിട്ട് നമുക്ക് ഇവിടെ തന്നെ വീട്ടിൽ തന്നെ ഉണ്ട്. ഇത് വേണേൽ പറിച്ച് എണ്ണയൊക്കെ കാച്ചി നമുക്ക് മുടിയിൽ പുരട്ടാവുന്നതാണ്. അതുപോലെ തന്നെ അതുപോലെ തന്നെ എണ്ണയിൽ ഇടുന്ന ഒരു സാധനമുണ്ട്. എന്നാ കയ്യോന്നിയുണ്ട്. കയ്യോന്നി കണ്ടോ. ഇതും നമുക്ക് തലമുടിയിലൊക്കെ പുരട്ടാൻ എണ്ണ മുറുക്കുന്ന ഒരു സാധനമാണ് കയ്യോന്നി. ഇതൊക്കെ ഞാനങ്ങ് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. നിങ്ങളുടെയൊക്കെ വീടുകളിൽ കാണും. എൻ്റെ കീഴാർനെല്ലി. ഇതാണ് കീഴാർനെല്ലി. കണ്ടോ, ഇതിലൊരു നെല്ലിക്ക പോലെ കായ ഉണ്ടാകും കേട്ടോ. കുഞ്ഞിക്കായ, കടുകുമണി പോലെ കുഞ്ഞു കായ ഉണ്ടാകും. അതിലിപ്പോഴും ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാണാമോ? ഇതാണ് കീഴാർനെല്ലി. ഈ ചെടി അറിയാവോ? ഇതിൻ്റെ പേരെന്ന് വെച്ച് ഗന്ധരായൻ അല്ലേ. ഇതാണ് ഗന്ധരായൻ. ഇതിൻ്റെ ഗന്ധം നല്ല സൂപ്പർ സ്മെല്ലാണിതിന്. ഒരു പൂ പറിച്ച് കണ്ടോ, അതിൻ്റെ പൂവിന് ഒരു പ്രത്യേക സ്മെല്ല്. നോക്കി, നല്ല മണമാണ്. നല്ല സൂപ്പറല്ലേ, നല്ല അടിപൊളി മണമാണ് കേട്ടോ. നമുക്ക് ഇത് മുറ്റത്ത് നിന്നാൽ തന്നെ കാറ്റൊക്കെ അടിക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ പരിസരത്തെല്ലാം ആ ഒരു സ്മെല്ല് നന്നായിട്ട് പടരും. നല്ല സൂപ്പറായിട്ടുള്ള സ്മെല്ലാണ്. അതുപോലെ തന്നെ അമ്മച്ചി വേറെ എന്തോ കാണിക്കാൻ വേണ്ടി പോയി നിൽക്കുവാണ്. ഞാൻ നോക്കാം. കേശവർദ്ധിനി. അതിലൊരു പൂവൊക്കെ ഉണ്ട്. ഇതേ കണ്ടോ. ഇത് എൻ്റെ വീട്ടിൽ അവിടെ കോമ്പമുക്കിൽ നിറച്ച് പൂവായിട്ട് നിൽപ്പുണ്ട്. ഒരു ദിവസം നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടേക്കാം കേട്ടോ. ഇതിലിപ്പോൾ ഒരു പൂവേ ഉള്ളൂ. കണ്ടോ, കുഞ്ഞിപ്പൂവുണ്ട്. ഇതുപോലെ ഒരു പൂവേ ഉള്ളൂ കേട്ടോ. കണ്ടോ, ഇത് കേശവർദ്ധിനി. ഇതും
തലമുടിയിൽ എണ്ണ കാച്ചി പുരട്ടാനുള്ളതാണ്. അപ്പോൾ നമ്മൾ നീലാമരി കണ്ടു, കയ്യോന്നി കണ്ടു, കരിയാപ്പ്, അതുപോലെ തന്നെ കേശവർദ്ധിനി, ഇതെല്ലാം കൂടെ കാച്ചി എണ്ണ പുരട്ടി കഴിഞ്ഞാൽ നമുക്ക് മുടി തഴച്ച് വളരുമെന്നാണ് പറയുന്നത്. എനിക്ക് മുടിയൊന്നും ഇല്ല കേട്ടോ, ഞാനിതൊന്നും പുരട്ടാറില്ല, അതുകൊണ്ടാണ്. ഇനി അടുത്തത് അമ്മച്ചി വേറെന്തോ ഇതാണ്, എന്താ അമ്മച്ചി ഇത്? മുയൽ ചെവിയൻ. ഇതാണ് മുയൽ ചെവിയൻ. അതിൻ്റെ പൂന്ന് കാണിച്ചേ, ഇത് കണ്ടോ, അതിനും പൂവൊക്കെ ഉണ്ട്. ഇതിൻ്റെ പൂ കണ്ടോ, ചെറിയ കുഞ്ഞു പൂ കണ്ടോ. ഇതാണ് ചവച്ച് അരച്ച് നീരിറക്കുമ്പോൾ എന്നാ വെച്ചാൽ ഒന്നുകൂടി പറഞ്ഞേ. ഇതിൻ്റെ ഇല ചവച്ച് അരച്ചാൽ തൊണ്ടവേദന മാറിക്കിട്ടും. തൊണ്ടവേദനയ്ക്ക് മുയൽ ചെവി വന്ന് കൊണ്ടുപോകുമല്ലോ. ഇതൊക്കെ പലരും ഇവിടെ ആവശ്യക്കാരുണ്ട്, വന്ന് വരുമ്പം എടുത്തുകൊണ്ട് പോകാറുണ്ട് കേട്ടോ. ഇനി നിങ്ങളെ ഞാൻ ഇവിടുത്തെ ഏലം കാണിക്കാം. അപ്പം അമ്മച്ചി ഏലം പരിചയപ്പെടുത്താനാണ് കേട്ടോ. ഞാൻ ഇടുക്കി ജില്ലയിലുള്ള ആരെയും ഏലം ഒന്നും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് കേട്ടോ ഞാനിതൊന്ന് പരിചയപ്പെടുത്തുന്നേ. അമ്മച്ചി ഒന്ന് പറഞ്ഞേ. ഇത് ഇവിടെ എൻ്റെ അടുത്തുള്ള ഒരു ചേട്ടൻ പ്രത്യേകം റിസർച്ച് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത ഒരു ഏലത്തൈയാണ്. എനിക്ക് ഒരു തൈ തന്നു, അത് ഞാൻ പിടിപ്പിച്ചു. അതിന്റെ ശരത്തിന്റെ നീളം നോക്കിയേ. ഇതിന് പറയുന്ന ശരവെന്നാ. പേര് ഇതുവരെയും പറഞ്ഞിട്ടില്ല ഈ ചെടിയുടെ. പക്ഷെ ഇതിന്റെ കായൊക്കെ കണ്ടോ, ഇത് തീരെ പിഞ്ചാണ്. ബോൾട്ട് കായാണ് കേട്ടോ. ഇതിപ്പോ തീരെ പിഞ്ചാണ്, നല്ല മുഴുത്ത കായാണ് ഇതില്. ഇനി വിളഞ്ഞ് പഴുത്താൽ മാത്രമേ ഈ കായ ഇറുക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. ഒറ്റ മൂടേ ഉള്ളത്, ഇതൊറ്റ മൂടേ ഉള്ളൂ. ഒരു നല്ല നീളമുണ്ട് കേട്ടോ ഇതിന്റെ ശരത്തിന്. നല്ല ചെടിയാണ്, അത്യാവശ്യം നല്ല ചെടിയാണിത്. ഇതമ്മച്ചി പ്രത്യേകം ആരാണ്ട് എങ്ങനെയാ വെച്ചാൽ പരീക്ഷണത്തിലൂടെയോ ഉണ്ടാക്കിയെടുത്തൊരു തൈയാണ് അത്. അതിലൊരു തൈ അമ്മച്ചിക്ക് വേണ്ടി കൊടുത്തതാണ് കേട്ടോ. അപ്പം അത് കൊണ്ട് വെച്ച് അതിൽ നിറച്ച് കായുണ്ട്. ബോൾട്ട് കായാണ് അത്. മറ്റൊരു ഇതൊരു സൈസ് ഏലമാണ്. ഇതിൻ്റെ പേരൊന്നും ഇതുവരെ അറിയത്തില്ല, ഏലമെന്ന് മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ. കേൾക്കത്തില്ല, ഞള്ളാണി ഏലത്തൈകൾ എന്നൊക്കെ കേൾക്കാമല്ലോ. അപ്പോൾ ഇത് ഞള്ളാനിയല്ല, ഇത് വേറെ പ്രത്യേകം ഉണ്ടാക്കിയ ഒരു സൈസ് ഏലമാണ്. അതിൻ്റെ പേര് എനിക്കറിയത്തില്ല. അപ്പം ഇത് വേറൊരു മോഡല്, ഇത് അടുത്തത് കേട്ടോ. ഇത് വേറൊരു മോഡല്. ഇതിൽ കണ്ടോ, അത്രയും വലിപ്പമൊന്നുമില്ല കായ്ക്ക്, കണ്ടോ, അത്രയും വലിപ്പം ഇല്ല കായ്ക്ക്, ചെറിയ കായ. ഇത് പൊട്ടാണ് കേട്ടോ, ഇച്ചിരി കൂടെ വലിപ്പം നന്നായിട്ടുണ്ടാകും. ഇത് പൊട്ടാണ്. ഞങ്ങളിങ്ങനെ പറമ്പും വഴി നടക്കുക കേട്ടോ. അമ്മച്ചി ഇങ്ങനെ ഓരോന്നും കാണിച്ച് എന്നെ പറമ്പിൽ കൂടെ കൊണ്ട് നടക്കുവാണേ. അപ്പോൾ ഇതിൻ്റെ ഒന്നും പേര് എനിക്കറിയത്തില്ല, അമ്മച്ചി ഇങ്ങനെ കൊണ്ട് നടന്ന് കാണിക്കും. ഇതിൻ്റെ പേരാണ് മുറികൂടി. പണ്ട് കാലത്തൊക്കെ മുറിവുകളുണ്ടായാൽ നമ്മുടെ അമ്മമാർ ഈ ഇല പറിച്ച് തിരുമ്മി വെച്ച് കിട്ടും. അപ്പോൾ പെട്ടെന്ന് തന്നെ മുറി ഒത്തുകൂടുകയും നമ്മുടെ കരി ഉണങ്ങുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ. ഇതിൻ്റെ പേര് മുറികൂടി. നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടോ എനിക്കറിയത്തില്ല. എൻ്റെ ഇവിടെ ഉള്ളൂ, അങ്ങ് കോമ്പൗക്ക് വീട്ടിൽ ഇല്ല. ഇതാണ് മുറികൂടി, കണ്ടോ. ഇത് കൊടംപുളിയാണ് കേട്ടോ. ഇതൊരു കൊട പോലെ തന്നെ നിൽക്കുവാണേ. പക്ഷെ ഇത് കായ്ക്കാൻ തുടങ്ങിയിട്ടില്ല, കായ്ക്കാനൊന്നും തുടങ്ങിയില്ല കേട്ടോ കൊടംപുളി. അടുത്തത് ഇതെന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ? നിങ്ങൾ ഓർക്കും ചേമ്പാണെന്ന് പറയും, പക്ഷേ ഇത് ചേമ്പൊന്നും അല്ല കേട്ടോ, ഇത് മാറാമ്പാണ്. ഇതിൻ്റെ പേരാണ് മാറാമ്പ്, ചേമ്പല്ല. നമ്മൾ സാധാരണ ഇത് പറമ്പിൽ കിളുത്ത് കഴിഞ്ഞാൽ എല്ലാവരും പറിച്ച് ദൂരെ എറിയാറുണ്ട്. വേണ്ടെന്നും പറഞ്ഞ് ദൂരെ എറിയും, വെട്ടിക്കണ്ടിച്ച് കളയും. പക്ഷേ ഇതുകൊണ്ടുള്ള ഒരു പ്രയോജനം നിങ്ങൾക്കറിയാവോ? ഇതുകൊണ്ട് നമുക്ക് കയ്യിലൊക്കെ നഖച്ചുറ്റ് വരാറുണ്ടല്ലോ, പലർക്കും നഖച്ചുറ്റൊക്കെ വരുമ്പം നമ്മൾ ഓടി ആശുപത്രി പോയി ഇഞ്ചക്ഷൻ എടുക്കും, അല്ലെ മരുന്ന് വെച്ച് കെട്ടുകയൊക്കെ ചെയ്യും. പക്ഷേങ്കിൽ അതൊന്നും വേണ്ട. നമുക്ക് പറമ്പിൽ ഈ സാധനം ഉണ്ടെങ്കിൽ ഇതിങ്ങോട്ട് പറിച്ചിട്ട് ഏറ്റവും ചുവട് വല്ലതും മുറിച്ച് അത് ഒരു മോതിരം പോലെ നമ്മുടെ വിരലിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ മുറിയുള്ളിടത്ത് വരച്ചിട്ടുള്ള അവിടെ നമ്മളൊരു മോതിരം പോലെ ഇതിട്ട് കെട്ടി വെച്ചാൽ 2 ദിവസം കൊണ്ട് നമ്മുടെ കയ്യിലെ ആ വിരച്ചുറ്റ് മാറും. അത് പരീക്ഷിച്ച് നല്ല റിസൾട്ട് കിട്ടിയവരും ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ മാറാമ്പൊക്കെ ഒരു മൂടെങ്കിലും നമ്മുടെ പറമ്പുകളിൽ വേണം.
നമ്മൾ ചേമ്പല്ലല്ലോ, ഇതിൽ നിന്നൊരു ഉപകാരം ഇല്ലല്ലോ എന്നോർത്ത് എല്ലാവരും പറിച്ച് ദൂരോട്ട് എറിയരുത്. ഇതൊരു ഉപകാരമുള്ള സാധനമാണ് കേട്ടോ. കണ്ടോ, പച്ച കളറ്. സാധാരണ ചേമ്പിന് ഒരു കരിനീല കളറല്ലേ, പക്ഷെ ഇതിന് കിഴങ്ങില്ല. ഇതിന് കിഴങ്ങൊന്നുമില്ല കേട്ടോ. വേരിങ്ങനെ അമ്മച്ചി ചേമ്പിന് കരിനീല കളറല്ലേ? അല്ല, ഈ കളർ തന്നെ, പക്ഷെ ചേമ്പിന് വിത്തുണ്ട്, ഇതിന് വിത്തില്ല. ഇതിന് വിത്തൊന്നുമില്ല കേട്ടോ. ഇതിന് വേരോടുക, വേര് മാത്രമേ ഉള്ളൂ. കണ്ടോ, ഇതിൻ്റെ ഇലയൊക്കെ നോക്കി ചേമ്പല പോലെ തന്നെയാണ് കേട്ടോ. കണ്ടോ, ചേമ്പല തന്നെയാണ്. ഇതാണ് ഗ്രാമ്പൂ. കണ്ടോ, ഗ്രാമ്പൂ കേട്ടോ. ഇതൊക്കെ പറിച്ചതാണ്. ഗ്രാമ്പൂ എല്ലാം അമ്മച്ചി പറിച്ച് കൊടുത്തതാണ്. എനിക്കും കുറേ തന്നു. ഞാൻ അതിട്ടാണ് വെള്ളം കുടിക്കുന്നത്. അത് നമുക്ക് വെള്ളത്തിൻ്റെ അകത്തൊക്കെ ഒരെണ്ണ ഇട്ടാൽ മതി. വെള്ളത്തിനൊരു പ്രത്യേക ടേസ്റ്റും ആ വെള്ളത്തിനൊരു പ്രത്യേക മണമൊക്കെയാണ്. നമ്മൾ തിളപ്പിച്ചത് കുടിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഗ്രാമ്പൂ. ഇതൊക്കെ ഇടുക്കി ജില്ലയിലുള്ളവർക്കെല്ലാം അറിയാം. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയും കൂടിയാണ് ഇത് ഇങ്ങനെ വീഡിയോ ഇടുന്നത് കേട്ടോ. ഇതൊക്കെ വീട്ടിലുള്ളവരൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടണേ. അതുപോലെ തന്നെ ഇത് അപ്പം നമ്മൾ പറമ്പിൽ തന്നെ ഏലത്തിനുള്ള പടുതാക്കുളവും ഉണ്ട്. വലിയ പടുതാക്കുളമാണേ, അതിൻ്റെ അടുത്തോട്ടൊന്നും പോകാൻ പറ്റില്ല. അതുപോലെ വലുപ്പമാണ്, ഭയങ്കര വലുതാണ് കേട്ടോ. ഞങ്ങൾ മാറി നിന്നാണ് വീഡിയോ എടുക്കുന്നത്. വേനൽക്കാലത്ത് നമുക്കിവിടെ വെള്ളത്തിന് സൗകര്യം ഇല്ല കേട്ടോ. എല്ലാവർക്കും സംഭരണി, ഡാം അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ആർക്കും ഇവിടെ കിണർ, കുളം അങ്ങനെയൊന്നും ഇല്ല. അതുകൊണ്ട് എല്ലാവരും സംഭരണികൾ, ഇഷ്ടംപോലെ സംഭരണിയൊക്കെ എല്ലാ വീടുകളിലും ഉണ്ട്. അതുപോലെ തന്നെ ഡാമും ഉണ്ട് കേട്ടോ. തൊട്ടടുത്ത് ഡാമുണ്ട്. നമ്മൾ ഡാമിൽ നിന്നാണ് വെള്ളം അടിച്ചിങ്ങനെ ഈ കുളത്തിലേക്കൊക്കെ നിറച്ചിടും. നമുക്ക് പെരക്കകത്തേക്കുള്ള വെള്ളമെല്ലാം സംഭരണിയും ചെറിയ ടാങ്കുകളും ഒക്കെ ഉണ്ട്. അതിലൊക്കെ സംഭരിച്ചാണ് വെക്കുന്നത്. അങ്ങനെ വെക്കുന്ന വെള്ളമാണ് നമ്മൾ ഇതിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്. അമ്പാടി ഞങ്ങളുടെ കൂടെ തന്നെ നടക്കും കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അവൻ എൻ്റെ അമ്മച്ചിയുടെ കൂടെ തന്നെ ഇങ്ങനെ ഇതൊക്കെ കണ്ടും കേട്ടും അവനും ഇങ്ങ് നടക്കുവാണേ. ഇത് വേറൊരു സൈസ്. ഇതാണ് ഞള്ളാനി കേട്ടോ. ഇതിൻ്റെയൊക്കെ പ്രത്യേകതകൾ എന്താണെന്നൊന്നും എന്നോട് ചോദിക്കരുത്, എനിക്ക് ആധികാരികമായിട്ട് പറയാനൊന്നും അറിയത്തില്ല. ഇത് ഞള്ളാനി ഏലത്തട്ടയാണ്. കണ്ടോ, പോമ്പാടി അങ്ങോട്ട് പോകും. എന്നുവെച്ച് വരുക വരട്ടെ. അപ്പോൾ ഇനി മുരിങ്ങയും കൂടെ കാണിച്ചു തരാവേ. മുരിങ്ങയും കൂടെ ഞങ്ങളെ കാണിക്കാം. അമ്മച്ചി വേറെ എന്തൊക്കെയോ പറയുവാണ്. ജാതിത്തൈയുണ്ട്. ഇതാണ് ജാതിതൈ. അത് കാപ്പിയാണ്, ജാതിയല്ല കേട്ടോ, അത് കാപ്പിയാണ്. കാപ്പിയുടെ അപ്പുറത്ത് സൈഡിൽ നിൽക്കുന്നതാണ് ജാതിത്തൈ. കണ്ടോ, ഇത് കാപ്പിയാണ് കേട്ടോ. ഈ ഏലമൊക്കെ വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ പറമ്പിൽ കാപ്പിയും കുരുമുളകും മാത്രം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇവിടെ. പക്ഷേ ഏലം വന്നതിന് ശേഷമാണ് ഒരു പ്രാവശ്യം വെയിൽ കൂടിയപ്പോഴത്തേക്കിന് ഏലത്തട്ട എല്ലാം ഉണങ്ങിപ്പോയി. പിന്നെ വീണ്ടും ഇതെല്ലാം ഒന്ന് പച്ച പിടിച്ച് വന്നതേ ഉള്ളൂ കേട്ടോ. ബരി അവിടെ കിളക്കല്ലേ. പിന്നെ അമ്മച്ചി മടുത്തേ, അമ്മച്ചി പോയി ഇരുന്നു. മുരിങ്ങ വേണ്ട, വാതിൽ നിൽക്കുന്ന ആ വലിയ മരം പോലെ ഇങ്ങനെ കണ്ടോ, ഈ നിൽക്കുന്നതാണ് മുരിങ്ങ. നടവാതിലിൽ തന്നെ ഒരു മുരിങ്ങയുണ്ട് കേട്ടോ. കണ്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ വീട്ടിലെ കാഴ്ചകൾ. ഇനി ഒരു ദിവസം ഞാൻ വരുമ്പം ഒന്നും കൂടെ ഈ വഴി ഇവിടെ എല്ലാം കാണിക്കാം കേട്ടോ. നല്ല രസമാണ്. ഒരു ദിവസം ഡാമൊക്കെ കൊണ്ടുപോയി നിങ്ങളെ കാണിക്കാം. ഡാമിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങൾക്ക് ഒരു ദിവസം ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ പുതിയ കാഴ്ചകൾ. ഇനി ഞാൻ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുവാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ കാണണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി.